ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ടൈം എക്സാം 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ഒരുപാട് 6ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന വഴി നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തുണ്ടാവും, കോംപ്രിഹെൻഷൻ ഉണ്ടാവും അല്ലേ. 50 മിനിറ്റാണ് നിങ്ങളുടെ കൂൾ ഓഫ് ടൈം. ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ലവണ്ണം വായിക്കുക, അറിയാവുന്നതൊക്കെ നിങ്ങൾ റൗണ്ട് ചെയ്ത് വെക്കുക. നമുക്ക് 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ 5 ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഈ ആക്ടിവിറ്റി 1 നമ്മൾ എന്തായാലും ചെയ്യണം. വളരെ സിമ്പിളാണ്. ഒരു പാരഗ്രാഫ്, ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പോയമോ തരും. അതിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് റീഡ് ചെയ്ത് ആ പാസേജ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ. ജോൺ വാസ് എ 9-year-old ബോയ്. ജോണ് 9 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഹീ ലിവ്ഡ് വിത്ത് ഹിസ് പാരൻസ് ഇൻ എ സ്മോൾ ടൗൺ. അപ്പോൾ പാരൻസിൻ്റെ കൂടെയാണ് താമസം. ഒരു ചെറിയ ടൗണിലാണ് താമസം. പപ്പ, ഐ വാണ്ട് ബൈസൈക്കിൾ. എനിക്കൊരു സൈക്കിൾ വേണം. ഐ വാണ്ട് ടു ഗോ എവ്രിവെയർ. എനിക്ക് എല്ലാ സ്ഥലത്തും പോകണം. അതിനെന്ത് വേണം? ഒരു സൈക്കിൾ വേണം. ജോൺ ഓഫൻ സെഡ് ടു ഹിസ് ഫാദർ. എപ്പോഴും അച്ഛനോട് പറയുമായിരുന്നു. ബട്ട് ഹിസ് ഫാദർ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് മണി ടു ബൈ എ ബൈസിക്കിൾ ഫോർ ഹിം. പക്ഷേ അച്ഛൻ്റെ അടുത്ത് ഒരു സൈക്കിൾ വാങ്ങാൻ മാത്രം പൈസ ഇല്ലായിരുന്നു. വൺ ഡേ ജോൺ വാസ് വാക്കിംഗ് ടു ഹിസ് സ്കൂൾ. അപ്പോൾ ഒരു ദിവസം സ്കൂളിലേക്ക് പോവുകയാണ്. ഹീ സോ മെനി ചിൽഡ്രൻ റൈഡിങ് ദിയർ ബൈസിക്കിൾ ടു ദ സ്കൂൾ. അപ്പോൾ എല്ലാവരും സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്നത് കണ്ടു. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, വെൻ ഐ വിൽ ഗെറ്റ് എ ബൈസിക്കിൾ. എനിക്കെന്നോ ഒരു സൈക്കിൾ കിട്ടാം. ജോൺ തോട്ട്. സഡൻലി ഹി ഹിയർഡ് എ ക്രൈ ആൻഡ് ഹി ലുക്ക്ഡ് ബാക്ക്. അപ്പോഴും തന്നെ ഒരു കരച്ചിൽ കേട്ടു. അപ്പോൾ അവനെ പുറകോട്ട് നോക്കി. ഹി സോ എ ബോയ് ഫോളിങ് ഫ്രം എ ബൈസിക്കിൾ. അവൻ എന്താ കണ്ടത്? ഒരു ആൺകുട്ടി സൈക്കിളിൽ നിന്ന് വീണാണ് കണ്ടത്. ജോൺ തോട്ട്. സഡൻലി ഹി ഹിയർഡ് എ ക്രൈ ആൻഡ് ഹി ലുക്ക്ഡ് ബാക്ക്. ഹി സോ എ ബോയ് ഫോളിങ് ഫ്രം എ ബൈസിക്കിൾ. ജോൺ റാൻ ടുവേർഡ്സ് ദ ബോയ്. ഇറ്റ് വാസ് ഹിസ് ഫ്രണ്ട് വിക്കി. അപ്പോൾ ആരായിരുന്നു അത്? വിക്കി ആയിരുന്നു, അവൻ്റെ ഫ്രണ്ടാണ്. ഹി വാസ് സീരിയസ്ലി ഹേർട്ട്. അവനിക്ക് നല്ലോണം വേദനിച്ചു. ജോൺ റഷ്ഡ് ടു ദ നിയർ ബൈ ഷോപ്പ് ആൻഡ് കോൾഡ് ഫോർ ആൻ ആംബുലൻസ്. അങ്ങനെ അടുത്തുള്ള ഷോപ്പിലേക്ക് പോയി ആംബുലൻസ് വിളിച്ചു. ഹി ടുക്ക് വിക്കി ടു ദ ഹോസ്പിറ്റൽ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വിക്കീസ് ലൈഫ് വാസ് സേവ്ഡ് ഓൺലി ബിക്കോസ് ഹി വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ ഓൺ ടൈം. അപ്പോൾ വിക്കിയുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആ സമയത്ത്, തക്ക സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കൊണ്ടാണ്. യു ആർ സോ കൈൻഡ് ജോൺ, യു സേവ്ഡ് അവർ സൺ. അപ്പോൾ വിക്കീസ് ഫാദർ സെഡ് ടു ജോൺ. വിക്കീൻ്റെ ഫാദർ ജോണിനോട് പറഞ്ഞു, നീ വളരെ ദയുള്ളവനാണ്. യു ആർ സോ കൈൻഡ്, യു സേവ്ഡ് അവർ സൺ. നീയാണ് ഞങ്ങളുടെ മകനെ രക്ഷിച്ചത്. വി വുഡ് ലൈക്ക് ടു ബൈ യു എ ഗിഫ്റ്റ്. വാട്ട് ഡു യു വാണ്ട് ചിൽഡ്രൻ. അപ്പം നിനക്കൊരു സമ്മാനം തരാമെന്ന് ഞങ്ങൾ വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിക്കും. പാപ്പ ജോൺ ഓൾവേസ് വാണ്ടഡ് എ ബൈസിക്കിൾ വിക്കി സീസഡ്. അപ്പോൾ ഇതൊക്കെ കേട്ടുന്ന വിക്കി പറഞ്ഞു അവൻക്കൊരു സൈക്കിളാണ് വേണ്ടതെന്ന്. In a few days, John was gifted with a bicycle. It was from Vicky's father. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിൾ അവനിക്ക് ഗിഫ്റ്റായി കിട്ടിയത് ആരാണ് കൊടുത്തത്? വിക്കിയുടെ ഫാദറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വെർ വാസ് ജോൺ ഗോയിങ് ടു സ്കൂൾ. ഇപ്പോൾ ജോൺ എവിടെയാണ് പോകുന്നത്? സ്കൂൾ, പാർക്ക്. അപ്പോൾ നമുക്കറിയാം സ്കൂളിലേക്കാണെന്ന് അറിയാം. അത് നമ്മൾ ആദ്യം തന്നെ വായിച്ചിട്ടുണ്ട്. ജോൺ വാസ് വാക്കിംഗ് ടു ഹിസ് സ്കൂൾ. വാട്ട് ഹാപ്പൻ ടു വിക്കി. പിന്നെ വിക്കിക്ക് എന്താണ് സംഭവിച്ചത്? ഹി ഫെൽ ഫ്രം ഹിസ് ബൈസിക്കിൾ ആൻഡ് വാസ് സീരിയസ്ലി ഹേർട്ട്. അവന് സൈക്കിളിൽ നിന്ന് വീണു. എന്നിട്ട് നല്ല സീരിയസ് ആയിട്ട് അവനിക്ക് പരിക്ക് പറ്റി. ഹൗ ഡിഡ് ജോൺ സേവ് വിക്കി. എങ്ങനെയാണ് വിക്കിയെ സേവ് ചെയ്തത്? ജോൺ റഷ്ഡ് ടു ദ നിയർ ബൈ ഷോപ്പ് ആൻഡ് കോൾഡ് ഫോർ ആൻ ആംബുലൻസ്. ഹി ടുക്ക് വിക്കി ടു ദ ഹോസ്പിറ്റൽ. അത് അവിടെ തന്നെ ഉണ്ട്. എങ്ങനെയാണ്? ജോൺ റഷ്ഡ് ടു ദ നിയർ ബൈ ഷോപ്പ് ആൻഡ് കോൾഡ് ഫോർ ആംബുലൻസ് ദെൻ ടുക്ക് വിക്കി ടു ദ ഹോസ്പിറ്റൽ. ഇനി യു ആർ സോ കൈൻഡ്. ഹൂ സെഡ് ദിസ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? നീ വളരെ ദയുള്ളവനാണ്. ആരാ പറഞ്ഞത്? നമുക്ക് ഇവിടെ അറിയാം. യു ആർ സോ കൈൻഡ് ജോൺ, യു സേവ്ഡ് അവർ സൺ. ഇതാരാ പറഞ്ഞത്? വിക്കീസ് ഫാദർ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് എഴുതാം? വിക്കീസ് ഫാദർ എന്ന് എഴുതാം. ഓക്കെ. ഇനി 5th വൺ. ഹൗ വാസ് ജോൺ റിവാർഡഡ് ഹിസ് ഗുഡ് ഡീഡ്. അവൻ്റെ നല്ല പ്രവൃത്തിക്ക് അവൻ എങ്ങനെയാണ് റിവാർഡ് ചെയ്തതെന്ന്. എങ്ങനെയാണ് അവനിക്ക് എന്താണ് സമ്മാനം കിട്ടിയത്? ജോൺ വാസ് ഗിഫ്റ്റഡ് എ ബൈസിക്കിൾ ബൈ വിക്കീസ് ഫാദർ. ഒരു സൈക്കിൾ ഗിഫ്റ്റ് ചെയ്തു. ആരാണ് ഗിഫ്റ്റ് ചെയ്തത്? വിക്കീസ് ഫാദറാണ്.
അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമുള്ളതായിരുന്നു. ഇനി അടുത്ത് നമുക്കൊരു കോൺവേഴ്സേഷനാണ്. ഇൻ ദ സ്റ്റോറി ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ ഹെർത്ത് ബഷീർസ് വൈഫ് മിക്സ്ഡ് ദ പോയിസൺ വിത്ത് ബനാനാസ്, റൈസ്, ടാപ്പിയോക്ക ആൻഡ് ലെഫ്റ്റ് റിവർ ഇൻ ദ കോമ്പൗണ്ട് ടു കിൽ ദ റാറ്റ്സ്. ദ നെക്സ്റ്റ് ഡേ ബഷീർ നോട്ടീസ്ഡ് ദാറ്റ് ദ കാറ്റ് വാസ് മിസ്സിങ്. അപ്പോൾ നമ്മൾ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ ഹെർത്ത് എന്ന പാഠഭാഗം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ബഷീറിൻ്റെ വൈഫ് എന്താണ് റാറ്റ് കൊണ്ട് എലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് പോയിസൺ മിക്സ് ചെയ്യുന്നുണ്ട്. അത് എല്ലെണ്ണത്തിലും ബനാനയിലും റൈസിലും ടാപ്പിയോക്കിലും എവരിവെയർ കോമ്പൗണ്ട് ടു കിൽ ദ റാറ്റ്സ്. ദ നെക്സ്റ്റ് ഡേ ബഷീർ നോട്ടീസ്ഡ് ദാറ്റ്, പക്ഷേ തൊട്ടടുത്ത ദിവസം കാറ്റിനെ കാണാനില്ല, പൂച്ചയെ കാണാനില്ല. പ്രിപ്പയർ എ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ബഷീർ ആൻഡ് ഹിസ് വൈഫ് വിത്ത് അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മൾ ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ 5 സെൻറ്റൻസ് എങ്കിലും എഴുതണം. ബഷീർ ചോദിക്കുക, ഹേയ് വെർ ഈസ് അവർ കാറ്റ്, ഐ ഡിഡ് നോട്ട് സീ ഇറ്റ് സിൻസ് യെസ്റ്റർഡേ. അപ്പോൾ ഒരു തുടക്കം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 ഉണ്ടെങ്കിൽ കൂടുതൽ എഴുതാം, 5 ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എഴുതണം. അപ്പോൾ നമുക്കൊക്കെ ഹേ ഹാവ് യു സീൻ യുവർ കാറ്റ്, അവർ കാറ്റ്, നീ നമ്മുടെ കാറ്റിനെ കണ്ടിരുന്നോ? ഐ ഹാവൻ സീൻ ഹെർ സിൻസ് യെസ്റ്റർഡേ. ഐ ഹാവിൻ സീൻ ഹെർ സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വൈഫ് പറഞ്ഞു, ഐ ഹാവ് ഇറ്റ്, ഞാനും കണ്ടിട്ടില്ല. ബട്ട് ഐ വാസ് വണ്ടറിങ് വൈ ഷീ വാസ് ഇൻ ഫൗണ്ട് അറൗണ്ട്. എനിക്ക് എന്താ അത്ഭുതം തോന്നുകയാണ്, എന്താ അവൾ ഇവിടെയൊന്നും ഇല്ലാത്ത. ഡു യു തിങ്ക് ഷീ റാൻ അവേ, അവൾ പോയെന്ന് കരുതുന്നുണ്ടോ? ബഷീർ, ഐ ഡൗട്ട് ഇറ്റ്. ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത്. ഷീ ഹാസ് ബീൻ വിത്ത് അസ് ഫോർ ഇയേഴ്സ്, കുറേ കാലമായിട്ട് നമ്മുടെ കൂടെ ഉള്ളല്ലേ. ഐ ആം വെറീഡ് സംതിങ് മൈറ്റ് ഹാവ് ഹാപ്പൻ ടു ഹെർ. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഐ ആം വെറീഡ് സംതിങ് മൈറ്റ് ഹാവ് ഹാപ്പൻ ടു ഹെർ. വൈഫ്, ഓ നോ ഐ ഡിഡിൻ തിങ്ക്. Could it be because of the poison I left out for the rats? ഓ, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആ പോയിസൺ അങ്ങനെ റാറ്റിന് വെച്ച പോയിസൺ അങ്ങനെ കഴിച്ചോ? ബഷീർ, ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ആം തിങ്കിങ്. അതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. വി ഹാവ് ടു ചെക്ക് ദ കോമ്പൗണ്ട് തറോലി ഇഫ് ഷീ എയ്റ്റ് ദാറ്റ് പോയിസൺ. നമുക്ക് ഈ കോമ്പൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അവളെങ്ങാനും ഈ പോയിസൺ കഴിച്ചിട്ടുണ്ടോ? വൈഫ്, ഐ ഫീൽ ടെറിബിൾ, എനിക്ക് എന്തോ വിഷമാവുന്നു. ഐ ഡിഡിൻ തിങ്ക് അബൌട്ട് അവർ കാറ്റ്. വാട്ട് ഇഫ്, ഞാൻ നമ്മുടെ കാറ്റിനെ കുറിച്ച് ചിന്തിച്ചില്ല എങ്ങാനും. ബഷീർ, ലെറ്റ്സ് നോട്ട് ജംപ് ടു കൺക്ലൂഷൻ. നീ വെറുതെ ഓരോന്ന് വിചാരിക്കല്ലേ, നീ അങ്ങനെ കൺക്ലൂഷനിലൊന്നും എത്തല്ലേ. വി നീഡ് ടു ഫൈൻഡ് ഹെർ ഫസ്റ്റ്. നമുക്ക് ആദ്യം നോക്കാം. ചെക്ക് എവരിവർ അണ്ടർ ദ ട്രീസ്, ഇൻ ദ ഷെഡ്, മരത്തിന് താഴെ, അതേപോലെ ഷെഡിലെ എല്ലാ സ്ഥലത്തും നമുക്ക് ചെക്ക് ചെയ്യാം. വൈഫ്, ഓക്കെ ഐ വിൽ ചെക്ക്. വാട്ട് ഇഫ് ഷീസ് ഓൾറെഡി, എന്നാൽ ചെക്ക് ചെയ്യാം, പക്ഷെ അവൾക്ക് എന്തെങ്കിലും. ബഷീർ, വി വിൽ ടേക്ക് ഹെർ ടു ദ വെറ്റ് ഇമ്മീഡിയറ്റ്ലി, ലെറ്റ്സ് മൂവ് ഫാസ്റ്റ്. നമുക്ക് വെറ്റിനറിയിലേക്ക് വേഗം കൊണ്ടുപോകാം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ. വൈഫ് പറയാണ്, ദിസ് ഈസ് ഓൾ മൈ ഫോൾട്ട്, ഇതൊക്കെ എൻ്റെ കുറ്റാണ്. ഐ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ, ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ ബഷീർ പറയും, ആക്സിഡൻറ്റ്സ് ഹാപ്പൻ, ലെറ്റ്സ് ജസ്റ്റ് ഫോക്കസ് ഓൺ ഫൈൻഡിങ് ഹെർ നൗ. ആക്സിഡൻ്റ് ഒക്കെ പറ്റും, പക്ഷെ ഇപ്പോൾ നമുക്ക് അവളെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഒരുപാട് സെൻറ്റൻസ് ഉണ്ട്, ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക, സെൻറ്റൻസൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ മോഡലിലുള്ള വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇതിൽ കുറച്ചൊരു 5-8 ലൈൻസ് ഉണ്ട്. ഇനി നമുക്കൊരു സിമ്പിൾ മോഡൽ കൂടി നമുക്ക് നോക്കാം. ബഷീർ, ഹേ ഹാവ് യു സീൻ അവർ കാറ്റ്, നീ കാറ്റിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ വൈഫ്, നോ ഐ ഹാവിൻ സീൻ ഹെർ സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ കാണുന്നില്ല. അപ്പോൾ ബഷീർ ചോദിക്കുക, ഡു യു തിങ്ക് ഷീ എയ്റ്റ് ദ പോയിസൺ യു ലെഫ്റ്റ് ഔട്ട് ഫോർ ദ റാറ്റ്സ്. നിങ്ങൾക്ക് കരുതുന്നുണ്ടോ നീ റാറ്റ്സിന് വെച്ച പോയിസൺ അത് തിന്നൂന്ന്? വൈഫ്, ഓ നോ ഐ ഡിഡിൻ തിങ്ക് അബൌട്ട് അവർ കാറ്റ്, ഐ ഫീൽ ടെറിബിൾ. ഓ, ഞാൻ അതൊന്നും ചിന്തിച്ചില്ല. ഐ ഡിഡിൻ തിങ്ക് അബൌട്ട് അവർ കാറ്റ്, ഞാൻ കാറ്റിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഐ ഫീൽ ടെറിബിൾ. പക്ഷേ ലെറ്റ് us സെർച്ച് ദ കോമ്പൗണ്ട് ആൻഡ് ടേക്ക് ഹെർ ടു ദ വെറ്റ് ഇഫ് വി ഫൈൻഡ് ഹെർ. നമുക്ക് എല്ലായിടത്തും ചെക്ക് ചെയ്യാം, അവളെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെറ്റിനറിയിലേക്ക് കൊണ്ടുപോകാം. ഇനി അടുത്ത നമുക്കൊരു സ്റ്റോറി റൈറ്റിംഗ് ആണ്. ഇവിടെ നിങ്ങൾ പിക്ചർ കണ്ടല്ലോ. ഡെവലപ്പ് ദ ഈവൻസ് ഇൻ ദ ഗിവൺ സ്റ്റോറി. ഓക്കെ, ഹേ വൈ ഡോൺ യു വെയർ ഹെൽമെറ്റ്. അപ്പം ചോദിക്കുകയാണ്, കുട്ടിയോട് ചോദിക്കുകയാണ്, നീ എന്താ ഹെൽമെറ്റ് ധരിക്കാത്തതെന്ന്. ഒരു കുട്ടി ഹെൽമെറ്റ് ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, വീഴുന്നതാണ്. ഒരു പട്ടി കുറുകെ വന്നു, അങ്ങനെ വീഴുകയാണ്. തേർഡ് പിക്ചറിൽ നമ്മൾ കാണുന്നത് ഇഞ്ചുറി പറ്റാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലല്ലേ. ഓൾവേസ് വിയർ ഹെൽമെറ്റ് വൈൽ റൈഡിങ്. അപ്പോൾ നമ്മുടെ സ്റ്റോറീൻ്റെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കരുത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്റ്റോറി എഴുതി നോക്കാം.
രാഹുൽ ഗോട്ട് എ ന്യൂ ബൈക്ക്. രാഹുലിനൊരു ബൈക്ക് കിട്ടി. ഹി വാണ്ടഡ് ടു റൈഡ് ടു സ്കൂൾ. അവനിക്ക് അത് സ്കൂളിലേക്ക് കൊണ്ടുപോകണം. ഹിസ് ഫ്രണ്ട് രോഹൻ സെറ്റ് വെയർ ഹെൽമെറ്റ്. രാഹുൽ, നീ ഹെൽമെറ്റ് ഇട്. രാഹുൽ സെറ്റ് ഐ വിൽ ബി ഓക്കെ. അതൊന്നും പ്രശ്നമില്ല. രോഹൻ സെറ്റ് നോ, ഓൾവേസ് വിയർ ഹെൽമെറ്റ്, ഇറ്റ്സ് സേഫ്. എപ്പോഴും ഹെൽമെറ്റ് ഇടണം, അതാണ് സേഫ്. രാഹുൽ ലിസൺ ആൻഡ് വോർ ദ ഹെൽമെറ്റ്. രാഹുൽ ലിസൺ ചെയ്തു, എന്നിട്ട് ഹെൽമെറ്റ് ഇട്ടു. ഓക്കെ. രാഹുൽസ് ബൈക്ക് സ്ലിപ്ഡ് ആൻഡ് ഹി ഫെൽ ബട്ട് ഹി വാസ് ഓക്കെ ബിക്കോസ് ഓഫ് ദ ഹെൽമെറ്റ്. അവൻ്റെ ബൈക്ക് സ്കിപ്പായി, പക്ഷെ അവന് ഹെൽമെറ്റ് ഉള്ളതിനെ കൊണ്ട് അവന് ഓക്കെ ആയിരുന്നു. രാഹുൽ താങ്ക്ഡ് റോഷൻ, യു സേവ്ഡ് മീ, നീ എന്നെ രക്ഷിച്ചു. രോഹൻ സ്മൈൽഡ്, ഓൾവേസ് വിയർ ഹെ ഹെൽമെറ്റ് ബഡി. നൗ രാഹുൽ ഓൾവേസ് വിയേഴ്സ് ഹെ ഹെൽമെറ്റ് വൈൽ ഡ്രൈവിംഗ്. ഓക്കെ. അടുത്തതൊരു പോസ്റ്റർ മേക്കിംഗ് ആണ്. പിന്നെ എന്തിനെ പറ്റിയിട്ടാണ്? മെയ് 1 സെലിബ്രേറ്റഡ് ആസ് ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ. ഇൻ ദ യൂണിറ്റ് വർക്ക് ഈസ് വർഷിപ്പ് വി ലേൺഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. പ്രിപ്പയർ എ കളർഫുൾ പോസ്റ്റർ ഓൺ ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ. ഇൻക്ലൂഡ് എ സ്യൂട്ടബിൾ ക്യാപ്ഷൻ ഇൻ യുവർ പോസ്റ്റർ. അപ്പോൾ നമ്മൾ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറഞ്ഞ യൂണിറ്റ് പഠിച്ചു. അതിൽ നമ്മൾ ജോലിയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. മെയ് 1 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ ആണ്, ലോക തൊഴിലാളി ദിനമാണ്. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പോസ്റ്ററൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, തൊഴിലാളി ദിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കുന്നവരുടെ ചിത്രം വരയ്ക്കണം, അതേപോലെ ഔട്ട്ലൈനൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കണം. അതേപോലെ തന്നെ ക്യാപ്ഷൻ കൊടുക്കണം. ഓക്കെ. ഒരു ലേ ഔട്ടൊക്കെ ഉണ്ടാവണം. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്രയോൺസൊക്കെ ഉപയോഗിച്ചിട്ട് കളർഫുള്ളാക്കുക. ഓക്കെ. ഇനി അടുത്തത് ഒരു റീ അറേഞ്ച് ദ ഈവൻറ്റ്സ് ആണ്. സം ഈവൻറ്റ്സ് ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. തെറ്റിച്ചിട്ട് കൊടുത്താണ്. അപ്പോൾ നിങ്ങളത് കെയർഫുള്ളി റീഡ് ചെയ്തിട്ട് അത് കറക്റ്റ് ഓർഡറിലാക്കണം. ഓക്കെ. ദ മദർ കോൾഡ് ഇൻ ദ ടെലിഫോൺ നമ്പർ ഓൺ ദ കോളർ ബെൽറ്റ് ഓഫ് ദ പപ്പി. അമ്മ വിളിച്ചു. ആ പപ്പിയുടെ കോളർ ബെൽറ്റിലുള്ള നമ്പർ നോക്കിയിട്ട് അമ്മ വിളിച്ചു. ദ ഓണർ കെയിം ടു രാഹുൽസ് ഹൗസ് ആൻഡ് താങ്ക്ഡ് രാഹുൽ ഫോർ ഹിസ് ഹെൽപ്പ്. അപ്പോൾ ഓണർ വന്നു, പിന്നെ താങ്ക്സ് പറഞ്ഞു. രാഹുൽ ടുക്ക് ദ പപ്പി ഹോം ആൻഡ് ഗേവ് ഇറ്റ് സം മിൽക്ക്. രാഹുൽ പപ്പിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, കുറച്ച് മിൽക്കൊക്കെ കൊടുത്തു. ഹിസ് മദർ നോട്ടീസ്ഡ് ദാറ്റ് ദർ വാസ് എ ടെലിഫോൺ നമ്പർ ഓൺ ഇറ്റ്സ് കോളർ ബെൽറ്റ്. അവൻ്റെ അമ്മ നോട്ടീസ് ചെയ്തു, അതിൻ്റെ കോളർ ബെൽറ്റിൽ ഒരു എന്തുണ്ടെന്ന്, ടെലിഫോൺ നമ്പർ ഉണ്ടെന്ന് അമ്മ നോട്ടീസ് ചെയ്തു. ഷീ ഇൻഫോംഡ് ദ ഓണർ ദാറ്റ് ഹിസ് പപ്പി വാസ് സേഫ് വിത്ത് ഹെർ. അങ്ങനെ ഓണറോട് പറഞ്ഞു, നിങ്ങളുടെ പപ്പി ഇവിടെ സേഫ് ആണെന്ന്. രാഹുൽ ഫൗണ്ട് എ പപ്പി ഓൺ ദ റോഡ് ഓൺ ദ വേ ബാക്ക് ഫ്രം ഹിസ് സ്കൂൾ. രാഹുൽ അവന് സ്കൂളിലേക്കുള്ള വഴിയിൽ എന്ത് കണ്ടു? ഒരു പപ്പിയെ കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് മനസ്സിലായത് എങ്ങനെ ഓർഡറിൽ എഴുതണമെന്ന് നിങ്ങൾക്കറിയാമല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 5 മാർക്കാണ് ഈ ഒരു, നമ്മൾ ഇംഗ്ലീഷ് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതുക? നമ്മൾ ഇവിടെ കണ്ടു, രാഹുൽ ഫൗണ്ട് എ പപ്പി ഓൺ ദ റോഡ് ഓൺ ദ വേ ബാക്ക് ഫ്രം ഹിസ്. നെക്സ്റ്റ് എന്താണ്? മിൽക്ക് കൊടുത്തു അല്ലേ? രാഹുൽ ടുക്ക് ദ പപ്പി ഹോം ആൻഡ് ഗീവ് സം മിൽക്ക്. അത് രണ്ടാമതായിട്ട് എഴുതാം. മൂന്നാമത്തേത് എന്ത് എഴുതാം? ഹിസ് മദർ നോട്ടീസ്ഡ് ദാറ്റ് ദർ വാസ് എ ടെലിഫോൺ നമ്പർ ഓൺ ദ കോളർ ബെൽറ്റ്. അത് നമുക്ക് മൂന്നാമതായിട്ട് എഴുതാം. ഇനി അടുത്തത് അമ്മ വിളിക്കാൻ. ദ മദർ കോൾഡ് ദ ടെലിഫോൺ നമ്പർ ഓൺ ദ കോളർ ഓഫ് ദ ബെൽറ്റ് ഓഫ് ദ പപ്പി. പപ്പിയുടെ കോളർ ബെൽറ്റിലുള്ള നമ്പർ വിളിക്കുകയാണ്. എന്നിട്ട് അമ്മ എന്ത് പറയാണ്? ഷീ ഇൻഫോംഡ് ദ ഓണർ ദാറ്റ് പപ്പി വാസ് സേഫ് വിത്ത് ഹെർ. അപ്പം പറയാണ് പപ്പി വളരെ സേഫ് ആണെന്ന് ഓണറോട് പറയാണ്. ലാസ്റ്റ് എന്താണ്? ദ ഓണർ came to Rahul's house and thanked Rahul for his help. അങ്ങനെ ഓണർ രാഹുലിൻ്റെ വീട്ടിലേക്ക് വന്നു രാഹുലിനോട് നന്ദി പറയാണ്. ഇത് നിങ്ങൾ കറക്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കാണ് കേട്ടോ കിട്ടുക. ഇനി നെക്സ്റ്റ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കാണുന്നതാണ് എഡിറ്റിങ്. കോംപ്രിഹെൻഷൻ ആൻഡ് എഡിറ്റിംഗ് മസ്റ്റാണ്, അതെന്തായാലും വരും. അപ്പോൾ എഡിറ്റിങ്ങിൽ നമ്മൾ കുറേ എണ്ണം നമുക്ക് ചെയ്താൽ നമുക്ക് ഇതാണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവും. കുറേ എഡിറ്റിംഗ് ഒരു 4-5 പാറ്റേൺ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ വരുന്ന കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് പഞ്ച്വേഷൻ മാർക്ക് ഉണ്ടാവും, ചിലപ്പോൾ ടെൻസ് മാറ്റി കൊടുക്കുക, പിന്നെ വേർഡ് ഓർഡർ, അതായത് 2 വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് എഴുതുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന എഡിറ്റിംഗ് മിസ്റ്റേക്ക്. പിന്നെ ക്യാപിറ്റൽ എഴുതുക, പിന്നെ സ്പെല്ലിംഗ് തെറ്റ്, അതൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു 4-5 എണ്ണം എഴുതില്ല, നിങ്ങൾക്ക് കൂളായിട്ട് ഈ 5 മാർക്ക് നിങ്ങൾക്ക് തന്നെ മേടിക്കാം. ഓക്കെ. അപ്പോൾ കോംപ്രിഹെൻഷനിൽ 5 മാർക്കും അതേപോലെ തന്നെ എഡിറ്റിങ്ങിൽ 5 മാർക്കും നമുക്ക് ഷുവറാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ കിങ് സെൻറ്റ് ഫോർ മാൻസ് ഫാദർ. ഇവിടെ മാൻസ് എന്നുള്ളതിൽ എന്താ മിസ്റ്റേക്ക്? ഇവിടെ ഒരു അപ്പോസ്ട്രോഫി നമ്മൾ ഇട്ട് കൊടുക്കണം. അയാളുടെ അച്ഛനെയാണ് പറഞ്ഞത്, മാൻസ് ഫാദർ. അപ്പോൾ അത് നമ്മൾ എഴുതി കൊടുക്കാം. ദേ ഫൈൻഡ് ഹിം. ഇവിടെ ഫൈൻഡ് നമ്മൾ ഫൗണ്ടാണ്. ഇതൊക്കെ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മൾ ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഫൗണ്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ബോട്ട് ബിഫോർ ഹിം. ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ട് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി കൊടുത്താൽ മതി. അതായത് വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ബ്രോട്ട് ഹിം ബിഫോർ. ഇവിടെ ഹിമ്മ് ഫസ്റ്റ് ചെയ്താൽ ബിഫോർ പിന്നെ എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഹീക്ക് എന്താ കുഴപ്പം? ഹീ ക്യാപിറ്റലാണ്. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ എന്ത് എഴുതണം? ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതേണ്ടത്. ഓക്കെ, ഹീ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എൻജോയ്ഡ് വാക്കിംഗ് ഈസിലി വിത്തൗട്ട് ക്രച്ചസ്. ഇവിടെ തെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ CRUTCH ആണ്. CRUTCHES. ഓക്കെ, അപ്പോൾ അത്രയാണ് എഡിറ്റിങ്ങിലുള്ള പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾ എഡിറ്റിംഗ് ഒക്കെ 2-3 നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.